നമ്മുടെ ചാനലിലെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ ലെനോവോൻ്റെ ഒരു പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. ഇപ്പം പ്രോഡക്റ്റിൻ്റെ പേര് IdeaPad D330 4GB റാമും 128GB റോമും വരുന്ന ഒരു 10.1 ഇഞ്ച് ഒരു പാഡെന്നോ അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പെന്നോ പറയാം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്. അതിൻ്റെ സ്പെക്സ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്യാണ്. തുറന്ന് നോക്കിയാൽ നമുക്ക് ബാക്കി അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരിക്കലും ഒരു ഹൈ എൻഡ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പം ഹെവി ഗെയിംസോ നല്ല ഗ്രാഫിക് കാർഡ് വരേണ്ട അല്ലെങ്കിൽ നല്ല പ്രൊസസ്സർ ആവശ്യമുള്ള ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, കുറേ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, നല്ല പ്രൊസസ്സറൊക്കെ ആവശ്യമുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. അപ്പം അതൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല റെൻഡറും കാര്യം ഓപ്പൺ ആവുക പോലും ഇല്ലായിരിക്കും മിക്കവാറും. ഇത് നമുക്ക് ബേസിക്കലി എന്താ പറയുക, ഇപ്പോൾ ഓഫീസ് യൂസേഴ്സ്, ഇപ്പം ബിസിനസ് ആവട്ടെ, അവർക്ക് നമുക്കിപ്പം വേണ്ടുന്ന ബ്രൗസിങ്ങും കാര്യങ്ങളും മെയിൽ ചെക്ക് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ അത്യാവശ്യം എളുപ്പമാണ്, പോർട്ടബിളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സംഭവം പൊട്ടിച്ച് നോക്കാം അല്ലേ. ബാ, അപ്പോൾ നമുക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങാം. ഓക്കെ, ഞാൻ കവറൊന്നും ഇളക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഇതാ പൊട്ടിക്കുകയാണ് ഐശ്വര്യമായിട്ട്. പിന്നൊരു കാര്യമുണ്ട്, ഇത് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് അല്ല, ഇത് എൻ്റെ ഒരു ബ്രദർ എന്ന് പറയാനല്ല, എൻ്റെ ബ്രദർ തന്നെയാണ്. ഇപ്പോൾ രഞ്ജോ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ രഞ്ജോ അച്ഛൻ വാങ്ങിയതാണിത്. പുള്ളി ഒരു 2-3 ദിവസം മുമ്പേ വാങ്ങി വെച്ചതാണ്. എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് പോയി അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പം പുള്ളി ഇത് ഇതുവരെ പൊട്ടിക്കാതെ അതുപോലെ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീ ആയപ്പം ഇന്ന് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എന്തായാലും കാണുക. അപ്പോൾ നമുക്ക് ഏറ്റവും തുറക്കാമല്ലേ. അപ്പോൾ പൊളിക്കാം. ഇതേ തുറക്കുകയാണ്. തുറന്നു. പ്രോഡക്റ്റ് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, വെൽ പാക്ക്ഡാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, സംഭവം കൊള്ളാം. IdeaPad. ഓക്കെ, നമുക്കിതങ്ങോട്ട് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് പാക്കറ്റിനകത്ത് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ബാ. ഓക്കെ, ഒരു പെൻ കാണുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ടച്ച് സ്ക്രീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെന്നാണ്. നമുക്കിതും സൈഡിലോട്ട് വെക്കാം, അവിടെ ഇരിക്കട്ടെ. ഇനി എന്തൊക്കെയുള്ളത്? ഇനി അതിൻ്റെ ഒരു ചാർജർ, ഒരു ചാർജർ വരുന്നുണ്ട്. അപ്പം ചാർജറും പിന്നെ അതിൻ്റെ വയറുമാണ്, അതിൻ്റെ വയറ് തന്നെയാണ്. ഓക്കെ, അതും അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇത് പറഞ്ഞപ്പോഴാണ്, ഇത് ആക്ച്വലി ഇതിൻ്റെ ചാർജിങ് ഇതെന്ന് പറയുന്നത് C ടൈപ്പ് ആട്ടോ, C ടൈപ്പ് ചാർജിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതും സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് കവറിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ മാനുവൽസൊക്കെ ഉണ്ട്. മാനുവലും പിന്നെ വാറണ്ടി, സേഫ്റ്റി ഗൈഡ്, അതെല്ലാം ഉണ്ട്. ആസ് യൂഷ്വൽ എല്ലാത്തിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തും ഉണ്ട്. നമുക്കതും സൈഡിലേക്ക് മാറ്റി വെക്കാം അല്ലേ. ഓക്കെ, ഇതും സൈഡിലേക്ക് ഇരിക്കട്ടെ. പിന്നെ വരുമ്പോൾ അതിനകത്തൊരു ബാറ്ററി കാണുന്നുണ്ട്. ഇത് എന്തിൻ്റെ ആകാം? എനിക്ക് തോന്നുന്ന പെന്നിൻ്റെ ബാറ്ററി ആയിരിക്കും, പെന്നിൻ്റെ ആവണം. പിന്നെ അതിൻ്റെ കീപാഡും വരുന്നുണ്ട്. ഓക്കെ, കീപാഡും കൊള്ളാം, വെയ്റ്റ്ലെസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വെയിറ്റൊന്നും ഇല്ല. ഇതൊരു സംഭവം കൊള്ളാം. അത് നമുക്കപ്പം സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ പാഡ് ഓണാക്കാം അല്ലേ. ഓക്കെ, നമുക്കിതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. ഇതുപോലെ അൺബോക്സിങ് ഞാൻ വേറെ ഒന്നും നടത്തിയിട്ടില്ല. കൊള്ളാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ വരുമ്പോൾ ഒരു ക്യാമറയൊക്കെ ഉണ്ട്. ഓക്കെ, അടിപൊളി. സെൽഫി ക്യാമും ഉണ്ട്, റെയർ ക്യാമറയുണ്ട്. കൊള്ളാം. നമുക്കിനി ഇന്ന് ഓണാക്കി നോക്കണം. ഓണാക്കിയിട്ട് സെറ്റപ്പ് എല്ലാം ചെയ്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഓണാക്കി നോക്കാം. ഓണാവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതിപ്പം ചാർജ് തീർന്നിരിക്കുകയായിരിക്കും. നമുക്കൊന്ന് ചാർജിലിട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് തുറന്ന് നോക്കാം. നമുക്കതിൻ്റെ കീബോർഡ് തന്നെ എടുക്കാം. സംഭവം വെയിറ്റ് ഇല്ല. പോട്ടെ.
അതാണ്. ഇത്രയൊക്കെ വൃത്തി പ്രതീക്ഷ മതി കേട്ടോ. നമ്മളിനി അടുത്ത വീഡിയോയിൽ, ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഒരു ചെറിയ ചെറിയ പോരായ്മകളൊക്കെ കാണും. നിങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമിച്ചാലേ പറ്റുള്ളൂ. ഇത് സംഭവം വളരെ നൈസായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല സ്മൂത്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും കൊള്ളാം. ഒരു പറ്റിയൊരു കവർ മേടിച്ചിടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇത് യൂഷ്വലി ഇങ്ങനെ ചാർജ് ഇല്ലാണ്ട് വരേണ്ടതല്ല. നമുക്കിതെന്താണെന്ന് അറിയില്ല, നമ്മളിപ്പം ചാർജിൽ ഇട്ടിട്ടുണ്ട്. സംഭവം ഓണാവട്ടെ. കൊള്ളാം, ഐറ്റം കൊള്ളാം. ഓക്കെ, അപ്പോൾ നമുക്കത് ഓണാവുന്നതിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഐറ്റം ഓണായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കിയാകുമ്പോഴത്തേക്ക് നമുക്ക് ആ പെന്നൊന്ന് എടുത്ത് റെഡിയാക്കാം. നമ്മളൊരു പെന്ന് കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഈ ലെനോവോൻ്റെ തന്നെ കമ്പനിയുടെയാണ്. അവരുടെ കൂടെ വരും, പിന്നെ അവരുടെ കമ്പനിയുടെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ ആയിരുന്നു ബാറ്ററി. ഊഹിച്ചത് തെറ്റായിരുന്നില്ല. നമുക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇടുന്ന ടൈമിൽ നമ്മൾ പ്ലസും മൈനസും പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ബാറ്ററി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഫോക്കസിങ്ങിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ മെയിനായിട്ട് ലാപ്ടോപ്പ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനങ്ങോട്ട് ഫോക്കസിങ് കറക്റ്റായിട്ടില്ല. എന്നാലും ഓക്കെയാണ്. ഓക്കെ, നമുക്ക് പേന അങ്ങോട്ട് മാറ്റി വെക്കാം. ബാക്കിൽ നമ്മുടെ ആഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് സെറ്റപ്പ് ആക്കാം. നമുക്കത് എടുത്ത് നോക്കാമേ. ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ സെറ്റപ്പ് ആസ് യൂഷ്വൽ നോർമൽ തന്നെ ആയിരിക്കും. ഇപ്പം നോർമലി വരുമ്പോൾ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യണം, അതുപോലെ ആയിരിക്കുമല്ലോ. അത് തന്നെ നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുക. നമ്മൾ ഇന്ത്യയാണ്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മൾ ഇന്ത്യ അപ്പം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് കുറേ കാണും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പം ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ഈ സെറ്റപ്പ് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളെ മെയിനായിട്ട് ഞാൻ അതിലേക്ക് കൊണ്ടുപോകും, വീഡിയോയിലേക്ക് കൊണ്ടുപോകും. അതായിരിക്കും കുറച്ചുകൂടെ നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാവും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വി ആർ ഗെറ്റിംഗ് എവറിത്തിങ് റെഡി ഫോർ യു. ദിസ് മൈ ടെക്സ്. യെസ്, സംഭവം ഓണായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന സംഭവം. നമുക്ക് ആ പേനയും കൂടെ ഒന്ന് നോക്കാൻ കിട്ടും. എനിക്ക് ഈ പേന കണ്ടപ്പോൾ മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിക്കൊള്ളാൻ വയ്യെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. കൊള്ളാം. അതിൻ്റെ പോയിൻ്ററൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ. കണ്ടില്ലേ, ആ ഒരു നമുക്ക് ഫീൽ ചെയ്യാം. മാത്രമല്ല ഇത് കറക്റ്റ് സ്ക്രീനിനകത്ത് കൊണ്ട് തൊടണമെന്നില്ല. നമ്മൾ കുറച്ച് സ്ക്രീനിൽ നിന്ന് മാറ്റി ദൂരോട്ട് വെച്ചാലും അത് കണ്ടില്ലേ, കറക്റ്റ് വരുന്നുണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വരച്ച് നോക്കാം. എന്താണെന്നറിയില്ല, ഈ പേന കണ്ടപ്പോൾ മുതൽ അങ്ങ് വരയ്ക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്തായല്ലേ. ഓക്കെ, മാറി ക്ലോസ്. യെസ്. നമ്മൾ അടിപൊളി. എന്ത് സ്മൂത്താണെന്നറിയോ സംഭവം. റെഡ് ഉണ്ട്, ബ്ലൂ, അടുത്തൊരു ബ്ലൂ കളർ കാണുന്നുണ്ട്. ഇത് ഭയങ്കര സ്മൂത്ത് കേട്ടോ. ഭയങ്കര സ്മൂത്ത്. നമ്മളൊരു ബുക്കിൽ എഴുതുന്ന പോലെ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ബുക്കിൽ എഴുതുന്ന ഫീൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സംഭവം കൊള്ളാം, അടിപൊളി. മാർക്കർ വരുന്നുണ്ട്. ഓക്കെ, സ്കെയിൽ കാണുന്നുണ്ടല്ലോ. മാറിപ്പോ. ഇതെനിക്ക് എങ്ങനെ സംഭവം യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണ്ടേ. നമ്മുടെ കീബോർഡ് ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ഇതിൻ്റെ ക്യാമറ ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കീബോർഡ് ഒന്ന് നോക്കാം അല്ലേ. കീബോർഡ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ കീബോർഡും അതിൻ്റെ മൗസും അതിൻ്റെ ആ ഒരു ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അതിനെ ടൈപ്പ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി ഡെലിക്കേറ്റ് ആണ് കേട്ടോ. നല്ല സ്മൂത്താണ്, നല്ല സെൻസിറ്റീവാണ്. ഒത്തിരി നമ്മൾ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പറാണ്. മൗസും കൊള്ളാം, അതിൻ്റെ നല്ല അടിപൊളി സ്മൂത്തും നല്ല സ്മൂത്താണ്. എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. നമുക്കിതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. എൻ്റെ മോനെ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 2 MB മാത്രമേ ഉള്ളൂ, 2 MP മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ക്ലാരിറ്റി അല്ല, നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യാം. കാരണം ഇത്രയും വലിയ സ്ക്രീനിൽ അതും 2 MP ക്ലാരിറ്റി അല്ലേ, ഇത് അതിനേക്കാളും നല്ല ക്ലാരിറ്റി ഉണ്ട്. സംഭവം കൊള്ളാം. നമുക്ക് ഇതിൻ്റെ റിയർ വ്യൂ ക്യാമറയും കൂടെ എടുത്ത് നോക്കാം. അതും ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മുടെ ആ ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റ് കുറച്ച് കൂടിയ പോലെ ഉണ്ട്, പക്ഷെ എന്നാലും
അടിപൊളിയാണ് കേട്ടോ. ഫോക്കസിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. നല്ല ഫാസ്റ്റാണ്, ഫോക്കസ് അപ്പം തന്നെ ആയിട്ടുണ്ട്. അടിപൊളി. ക്യാമറയൊക്കെ സൂപ്പറാണ്. റെയർ 5 മെഗാ പിക്സൽസ് ആണ്, ഫ്രണ്ട് 2 MB ആണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും അതിൻ്റെ ബെസ്റ്റ് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് കീപാഡൊക്കെ ഒന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഫോക്കസിങ് ഒക്കെ നല്ല പെട്ടെന്ന് ചടപടേന്ന് ഫോക്കസിങ് നടക്കുന്നുണ്ട്. കൊള്ളാം. ഇതിപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തല്ലേ, നല്ല ഡെഫിനിഷനൊക്കെ കിട്ടുന്നുണ്ട്, നൈസായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ സൈഡ് നോക്കാം. സൈഡിൽ വരുമ്പോൾ നമുക്കൊരു USB കണക്റ്റഡ് വരുന്നുണ്ട്. അത് കൂടാതെ ഒരു 3.5 mm ജാക്ക് വരുന്നുണ്ട് നമ്മുടെ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നേരെ അതർ സൈഡ് എടുക്കുമ്പോൾ നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്, കൂട്ടാനും കുറയ്ക്കാനും. പിന്നെ ചാർജിങ് C ടൈപ്പും ഉണ്ട്, നോർമലും ഉണ്ട്. പിന്നെ അവിടെയും ഒരു USB തന്നെ വരുന്നുണ്ട്. എന്തായാലും C ടൈപ്പ് നോർമലുള്ള നന്നായി, കാരണം നമുക്കുള്ളത് വെച്ച് ചാർജ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ എക്സാംസ് ഒക്കെ നിൽക്കുന്നുണ്ട്, എനിക്ക് ഇപ്പോഴും വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.